ഹലോ. ഇപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചാൽ 1:46. ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് പൊറോട്ട കഴിക്കണമെന്ന് ആഗ്രഹം. 1:47 ഈ സമയത്തിനാണ് ഞങ്ങൾ ഈ സമയത്തിലാണ് ഞങ്ങൾ പൊറോട്ട കഴിക്കാൻ വേണ്ടി പോകുന്നത്. കിറ്റുമോന്നൊന്നും അറിയത്തില്ല. കിറ്റുമോ ബാബു? കിറ്റുമോ എനിക്ക് ഉറപ്പല്ല. കിറ്റുമോ പിന്നുണ്ട്. നാളെ ഉണ്ടാക്കി തരട്ടെ എനിക്ക്? എന്താ അറിയാം, പൊറോട്ട നമ്മൾ നല്ലോണം ഉണ്ടാക്കുള്ളൂ, അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. എന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങനെ കഴിക്കണം ആഗ്രഹം വന്നത്. അപ്പോ ഒരു വീഡിയോ കണ്ടപ്പം പൊറോട്ട നല്ല അടിപൊളി പൊറോട്ട എന്നിട്ട് ശരി കഴിക്കാൻ തോന്നി ആഗ്രഹം. ഈ സമയത്ത് നായ എവിടെ നിന്ന് പൊറോട്ട ഉണ്ടാക്കി തരണം? അപ്പൊ ഞങ്ങളും ഉണ്ട് അപ്പൊ ഞങ്ങള് പുറത്ത് പോയി ഒന്ന് കഴിച്ചേക്കാൻ വെച്ചു. നല്ല ഉറക്കം വന്ന് പറഞ്ഞ സമയമായിരുന്നു. ഇന്ന് ഞങ്ങള് ഉറങ്ങിയത് തന്നെ കിടന്നത് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാ കിടന്നത്. ശരിയാ, ഏറ്റവും ഒന്ന് വേഗം പോകും. ഞങ്ങള് നല്ല ഇത് ലേറ്റായിട്ടാണ് കിടന്നത്. എനിക്ക് പൊറോട്ട ഒട്ടും ഇഷ്ടമല്ല. ഇഷ്ടം വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടം. ഞങ്ങളിപ്പോ കഴിച്ചിട്ട് കുറേ കാലമായില്ലേ? കുറേ ആയി. അങ്ങനെ കുറേ ആയിട്ടാണ് ആഗ്രഹം വന്നിട്ടാ കഴിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴോ കഴിച്ചപ്പോ ഞാൻ വേണോട് പറഞ്ഞിട്ട് കഴിച്ചതാ. എനിക്ക് ആഗ്രഹം എനിക്ക് 38 വർഷോടെ ഞാൻ ഈ ലോകത്തിൽ വന്നിട്ട് ആയിട്ടില്ല. രണ്ടുപേരും കഴിച്ചില്ല. ആ ചേട്ടനൊക്കെ ദോശ കഴിക്കാൻ വേണ്ടി പോവാ. ദുബായില് ടെസ്ല ടാക്സി ആണിത്. വളരെ കഷ്ടമുണ്ട് ഈ സമയത്ത് പുറത്തൊക്കെ പോയി. പക്ഷെ നല്ല രസമുണ്ട്. ഞാനാണോ പറഞ്ഞേ? തോന്നി. പക്ഷെ പാതിരാത്രിയായി എന്ത് ചെയ്യുന്ന ഇനി കിട്ടുമോന്നുള്ളൂ അറിയത്തില്ല. ഉറക്കവും പോയി. എന്തോ പറയാ വന്നു. കുറച്ച് നല്ല ഉറക്കം വന്ന സമയമായത് കൊണ്ട് കുറച്ച് ഇതുണ്ടെങ്കിലും പക്ഷെ നല്ല ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ഈ പാതിരാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കുക. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസാ. അല്ലെങ്കിൽ ഇവിടെ ദുബായില് പകല് രാത്രി ഒന്നുമില്ല. ദുബായ് ആക്ച്വലി നൈറ്റ് ലൈഫ് അല്ലേ. ഇതെന്തൊരു കഷ്ടാണടാ. ഇതെന്തൊരു കഷ്ടാ ബാബു. ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പൊറോട്ട വേണമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ പറ. മനസ്സ് പറഞ്ഞതല്ല, ഏതോ ഒരു വീഡിയോ പറഞ്ഞതാ. വീഡിയോ കണ്ടപ്പോ വീഡിയോയിൽ നല്ല അടിപൊളി ചൂട് പൊറോട്ട, നല്ല അടിച്ച് ചൂട് പൊറോട്ടയും ബീഫും. നമുക്ക് ഇവിടെ അങ്ങനത്തെ ബീഫ് കിട്ടൂല. അതൊരു വിമാനം കാത്തിരുന്നവൻ എവിടെയാണ്ട് വണ്ടി ഇടുക. ഇവിടെ ഇല്ലെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ കടയിലില്ല. വേണ്ട. പൊറോട്ട ഉണ്ടോ? നേരത്തെ അടിച്ചോ സാർ? അല്ല, ലൈവ് അടിക്കുന്ന. കറി എന്താ ഉള്ളത്? ബീഫ്, ചിക്കന്, മട്ടന്, മീൻ.
എന്താണ് ബീഫാ? ചിക്കൻ എന്താ നാടൻ കറി അങ്ങനെ എന്തെങ്കിലും? ചിക്കൻ നാടൻ കറി ഉണ്ട്, പെപ്പർ കറി ഉണ്ട്, വറുത്തരച്ചുണ്ട്, ചിക്കൻ റോസ്റ്റ്, ചുക്ക, കടായി. ബീഫ് ഒരു ചിക്കൻ മേടിക്കാം. ബീഫ് എന്താ ഉള്ളത്? വരട്ടിയത്, റോസ്റ്റ്, ഉലർത്തിയത്, ഫ്രൈ. വരട്ടിയത്, റോസ്റ്റ്, എന്താട്ടെ വരട്ടിയത്? വരട്ടിയത്. അപ്പോൾ ഒരു ബീഫ് വരട്ടിയതും പിന്നെ ഒരു ചിക്കൻ എന്താ പറയുക വറുത്തരച്ചാണോ? വറുത്തരച്ച ഒരു ചിക്കൻ നാടൻ ഒന്നുമല്ല. ഒരു വറുത്തരച്ച ചിക്കനും പിന്നെ ബീഫ് എന്താ പറഞ്ഞത്? ഉലർത്തിയതാ, വരട്ടിയത്. ഒരു ബീഫ് വരട്ടിയതും ഒരു 4 പൊറോട്ട എടുത്തു. 4 മതിയോ? 4 പൊറോട്ട, ഒരു വറുത്തരച്ചത്, ഒരു ബീഫ് വരട്ടിയത്. ഓക്കെ, ഒരു 5 ഇവിടെ കയറ്റിട്ടുണ്ട്. ഇവിടെ കയറ്റാൻ പറ്റുമോ? ഇങ്ങനെ ഇടാം. അല്ലാതെ ഗ്രോസറിന് മുമ്പിൽ ഇടുന്ന ഗ്രോസറിന് മുമ്പിൽ ഇട്ടാൽ ഞാൻ കൊണ്ടുതരാം. ഓക്കെ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനി വേറെ കുറേ പോയി ബുദ്ധിമുട്ടേണ്ടി വന്നില്ല ഞങ്ങൾക്ക്. ആദ്യം പോയ സ്ഥലത്ത് തന്നെ പൊറോട്ട ഉണ്ടായിരുന്നു. പൊറോട്ട പറയുകയൊക്കെ ചെയ്തു. അതെ, ഇതൊക്കെ പറഞ്ഞു. കഴിക്കോ എന്ന് അറിയത്തില്ല. അയ്യോ 3 പൊറോട്ട മതിയായിരുന്നു. എനിക്ക് ഒന്നും മതി. എനിക്ക് കഴിക്കാനൊന്നും പറഞ്ഞിട്ട് വരാമോ? ഞാൻ പറയുന്നില്ല, പോയി പറഞ്ഞിട്ടോ. എനിക്ക് പൊറോട്ട വേണമെന്ന് തന്നെ ഇല്ല. പിന്നെ എനിക്ക് കഴിക്കണ ആഹാരം പറഞ്ഞത് കൊണ്ട് ഞാൻ വന്നതാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനാ? കാര്യം കഴിക്കാം. ഇവിടെ വെച്ച സ്ഥലമുണ്ടോ? ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്, ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. എന്നിട്ട് പിന്നെ പോയി ഒരു ചേട്ടൻ അടിച്ചു. മതി. അവള് പ്രാർത്ഥിക്കുന്നത് കണ്ട അവര്. അത് തന്നെ ഞാൻ അത് പ്രാർത്ഥിക്കുന്ന പറഞ്ഞ എന്താ പറയാ, അത് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇഷ്ടം ഇതുപോലെ രാത്രിയൊക്കെ പുറത്ത് വന്ന് എന്ത് കഴിക്കണമെന്നൊന്നുമില്ല, വെറുതെ പുറത്ത് പറഞ്ഞത് വെറുതെ ഒരു കാറിൽ ഡ്രൈവ് പോണം. ഞങ്ങൾ നാട്ടിലുള്ള സമയത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴും നമ്മള് വീഡിയോ എടുത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങള് വീഡിയോ ഒന്നും അപ്പൊ എടുത്തില്ല. ഭയങ്കര ഇഷ്ടം ഇതുപോലെ വെറുതെ പറഞ്ഞോണ്ടിരിക്കാതെ എന്തെങ്കിലും പറയാ. അപ്പൊ നീ ഇങ്ങനെ ചിരിച്ച എല്ലാരും എന്ത് വിചാരിക്കും? ഞാൻ എന്താ നോണം പറഞ്ഞായിരിക്കും ആൾക്കാരൊക്കെ വിചാരിക്കാം. അങ്ങനെ പറയല്ലേ. അപ്പൊ എല്ലാരും ഉറങ്ങുമായിരിക്കും. ഇപ്പൊ ഒരു പാട്ട് പഠിക്കുക, എല്ലാരും ഉറങ്ങട്ടെ. ഇല്ല, ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാരും വീഡിയോ അല്ലേ കാണുവോ? പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട്. എല്ലാവരും വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ യൂട്യൂബിലെ വീഡിയോ ഇടുന്ന ആൾക്കാർ കാലങ്ങളായിട്ട് പറഞ്ഞ ഒരു സാധനമാണ്. നമ്മൾ ആദ്യമായിട്ടല്ലേ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. നല്ല ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്. നല്ല ഒരു എക്സ്പീരിയൻസ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്തിട്ട് അല്ലേ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുമോ? ഞാൻ പറയാമോ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ? അങ്ങനെ എല്ലാരും മറ്റേ ഇവള് പറഞ്ഞത് ചെയ്യണേ. അത് കുഴപ്പമില്ല, അത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇതൊക്കെ വീഡിയോ എടുത്ത് അപ്പൊ എല്ലാവരും പറഞ്ഞത് ചെയ്യണം കേട്ടോ. കിട്ടുമായിരിക്കും. രാത്രി ഫ്രീ ആണ് പാർക്കിംഗ്. 10 മണി മുതൽ രാവിലെ 8 മണി വരെ രാത്രി പാർക്കിംഗ് ഫ്രീയാ. സോ രാത്രി പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. സൺഡേ പാർക്കിംഗ് ഫ്രീ, പിന്നെ രാത്രി 10 to മോർണിംഗ് 8. അങ്ങനെയാണല്ലേ? അപ്പൊ അങ്ങനെയാകുമ്പോ എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ. എല്ലാം എന്റെ കൊച്ചു പറഞ്ഞിട്ടാണ് എനിക്കറിയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ
പാർക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോകും. നിനക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. കൈ കഴുകാൻ? കൈ കഴുകുമ്പോൾ കുറച്ച് മാറ്റി ഇടുക, അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യം വന്നാലോ. ഇവിടെ ഇറങ്ങാലോ. അപ്പം ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ. ആയിട്ട് സെറ്റായിട്ട് പിന്നെ വീഡിയോ എടുക്കാം. എനിക്കും കൂടി കൈക്കാൽ വേണം. ബീഫ് കറി. ബീഫ് വരട്ടിയാന്ന് പറഞ്ഞത്. വരട്ടിയത് ഇങ്ങനല്ല ആക്ച്വലി. നമ്മുടെ നാട്ടിലൊന്നും വരട്ടുന്നത് ഇങ്ങനല്ല. കുഴപ്പമില്ല. ഇനി എന്താ ഉള്ളത്? ചിക്കൻ. ഞങ്ങൾ 2 പൊറോട്ട എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 2 എടുത്തുള്ളൂ. ഞങ്ങൾ 2 മതി. ചിക്കൻ വറുത്തരച്ചത്. ഇതാണ് കേട്ടോ ബീഫ് വരട്ടിയത്. അയ്യോ, എന്നിട്ട് കുഴപ്പം കഴിക്കാണ്ട് കഴിക്കണേ. കഴിക്കാം. പൈസ അങ്ങനെ എന്ത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. ഇതാ വിമാനം പോയി. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. കറി 2 ഗുണമില്ലല്ലേ? 2 കൊള്ളില്ല. അവർ മാറ്റി കൊടുത്തു. ഇത് ബീഫാ. ചിക്കൻ പറഞ്ഞിട്ട് ബീഫ് കൊടുത്തല്ലേ? പക്ഷെ ബില്ലില് ചിക്കനല്ല. വെറുതെ കാര്യമില്ലാണ്ടായി പോയി. മാറ്റി കൊടുത്തു. ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ സംഭവിക്കും. അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കാത്ത. ഉറപ്പായിട്ടും ആർക്കെങ്കിലും ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. വലിയ കാര്യത്തിൽ ഓർഡർ ചെയ്തിട്ട് കഴിക്കാണ്ടിരിക്കുന്നത് കണ്ട പാവം. അതാണ് പകുതി കഴിച്ച് തീർത്തത്. ഞാൻ ഒട്ടും തൊട്ടിട്ടില്ല ഇത് 2. അല്ല, നമുക്ക് മാത്രമാണോ ഇങ്ങനെ നടക്കുന്നത്? എപ്പോഴും ഞങ്ങള് എവിടെ പോയാലും കഴിച്ചാലും സത്യം പറയണമെന്നുണ്ടെങ്കില് ഞങ്ങൾക്ക് ഭക്ഷണം തീരെ പിടിച്ചിട്ടില്ല. പൊറോട്ട കുഴപ്പമില്ലായിരുന്നു. ബാക്കി 2 കറിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് വരുമ്പോൾ ഭക്ഷണം മേടിച്ച് കഴിക്കാത്തത്. ഞങ്ങൾ ഇതുകൊണ്ടാണ്. ഞങ്ങൾക്ക് ഒട്ടും ചേരത്തില്ല ഭക്ഷണം പുറത്തുനിന്ന് മേടിച്ച. ഇഷ്ടമല്ല. നിങ്ങളുടെ അഭിപ്രായം എന്താ ഭക്ഷണത്തിനെ കുറിച്ച്? മോശം അഭിപ്രായം. പൊറോട്ട നല്ലതായിരുന്നു. ശോകം. എല്ലാവരും കമൻറ്റ് ചെയ്യുന്ന കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെയാണോ? നിങ്ങൾ പുറത്ത് വരുമ്പോൾ, നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഹോട്ടലിൽ നിന്ന് ഒക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയാണോ നടക്കുന്നത്? എപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാലും ഞങ്ങൾക്ക് ഇങ്ങനെയാണ്. എന്തെങ്കിലും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ പോയാലും വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി എടുത്തുകൊണ്ട് പോയിട്ട് സമാധാനമായിട്ട് കഴിക്കുന്നത്. ഞങ്ങൾ അപ്പോഴും കറി ഒന്നും കളഞ്ഞില്ല. ഞങ്ങളിത് ഫ്ലൈ ദുബായ് പോയേക്കാം. ഇനി 3 മിനിറ്റ് ഉണ്ട് അടുത്ത ഫ്ലൈറ്റ് വരാൻ. ഞങ്ങള് 2 കറി എടുത്തു. ഞങ്ങൾ അപ്പോഴും കറി ഒന്നും കളഞ്ഞില്ല. പീസ് കൂട്ടണ്ടാന്ന് തോന്നുന്നല്ലേ? ചാറ് വേണമെങ്കിൽ കൂട്ടാം. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ഇത് കളയാൻ പറ്റില്ല. 40 വേണ്ടി പറഞ്ഞിട്ട് 200 ഹോസ്പിറ്റലിൽ പൈസ ചെലവാക്കാൻ പറ്റുമോ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുറേ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ചീറ്റിപ്പോയി, എന്നാലും ഞങ്ങൾ കുറച്ച് സന്തോഷമായിട്ടിരുന്നു അല്ലേ? അങ്ങനെ കുറച്ചെന്ന് വെച്ചാൽ സന്തോഷമായിട്ടിരുന്നു. നമുക്ക് എല്ലാ സമയം നല്ലത് തന്നെ നടക്കണമെന്നില്ലല്ലോ.
വിചാരിച്ചത് മാത്രമേ നടക്കണമെന്നില്ലല്ലോ. ശരി, ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. അപ്പോൾ ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ വീഡിയോ കാണുമ്പോൾ ഗുഡ് നൈറ്റ് ആണോ പകലാണോ അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് പറഞ്ഞേ ബാബു. ഗുഡ് നൈറ്റ് പറഞ്ഞേ. എല്ലാവരും പാതി രാത്രി പോയിട്ട് ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്. നമുക്ക് മറ്റൊരു വ്ലോഗിലോട്ട് കാണാം. ബൈ.